ഹലോ എവരിവൺ, വെൽക്കം ടു ഒരു ന്യൂ വീഡിയോ. 247/2023 എന്നുള്ള കാറ്റഗറി നമ്പറിൽ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഇൻ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്കുള്ള പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 64.33 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 300ഓളം പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്. കാറ്റഗറി നമ്പർ 247/2023 ആണ്. പരീക്ഷ നടന്നത് 30/4/2024. അതൊരു കോമൺ എക്സാം ആയിരുന്നു അല്ലേ? യെസ്, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. 64.33 എന്നുള്ളതായിരുന്നു അതിൻ്റെ കട്ട് ഓഫ്. ഏകദേശം ഒരു 179 പേര് മെയിൻ ലിസ്റ്റിലും 123 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് കേട്ടോ. റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ലിസ്റ്റിൽ ഏകദേശം എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 126 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കണ്ടോ. ദെൻ താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കൂടി ഇപ്പോൾ നോക്കിയാലോ. 247/2023 അല്ലേ? യെസ്, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. 247/2023 എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. യെസ്, ഇപ്പോൾ നിലവിൽ 22+2+4+2 എത്രയായി? 22ഉം 30ഓളം വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരം പോസ്റ്റുകളിൽ കൂടുതൽ NJDs വരും. അതേപോലെ ഇനി ഉള്ള വർഷങ്ങളിൽ വേക്കൻസികൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ മിക്കവാറും എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും പരമാവധി ആൾക്കാർക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ഈ ഒരു പരീക്ഷ എഴുതി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളെക്കുറിച്ചും അതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എക്സാമുകളൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്